ബഹുമാനിതനായ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സിഒയുടെ ജനറൽ സെക്രട്ടറി PB സുരേഷ്, സിഒയുടെ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, നമ്മുടെ പ്രിയങ്കരനായ NA ഹരികുമാർ, പീയൂഷ് ഗോയൽ, മറ്റ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുൻപിൽ പരിചിത മുഖങ്ങളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങനെ കേബിൾ TV അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനോ സംസാരിക്കാനോ ഉള്ളൊരു സാഹചര്യവും അവസരവും ഉണ്ടായിട്ടില്ല. വളരെ അപ്രതീക്ഷിതമായാണ് ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കും എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് അതിൻ്റെ നോട്ടീസ് കണ്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും വളരെ സന്തോഷകരമാണ്. വലിയ മാറ്റമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ മാറ്റം പ്രവീൺ മോഹൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവനെവിടെ പോയി ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച കാര്യം. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ തുടക്കകാലത്ത് ഞങ്ങളൊക്കെ നേരിട്ടൊരു ഭാഷയുടെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇൻഡസ്ട്രിയിൽ ബിസിനസ്സിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതെല്ലാം അന്യഭാഷക്കാരെ ഉണ്ടാകും. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്. നമ്മുടെ ആ പരിമിതികൾ മറികടന്നത് NH അൻവറാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അൻവറൊക്കെയാണ് ഞങ്ങൾക്ക് സഹായകരമായി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമായി നമ്മളെ മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചാണ്. ഈ സമയത്ത് അൻവറയ്ക്ക് ഒന്ന് സ്മരിക്കുക. ഞാൻ അതിൻ്റെ ദീർഘമായ ഇതിലേക്ക് പോകുന്നില്ല. ഈ മെഗാഫെസ്റ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ ആലോചിച്ചപ്പോൾ രൂപ് ശർമ്മനെ എൻ്റെ ഓർമ്മയിൽ വന്നു, അല്ലേ? രൂപ് ശർമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നമ്മുടെ എറണാകുളത്ത് കേബിൾ സ്കാറ്റ് മാഗസിൻ, അല്ലേ ഹരിചേട്ടാ? സ്കാറ്റ് മാഗസിൻ അല്ലേ? കേബിൾ കോസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ, അതിൻ്റെ ഉടമയൊക്കെ ആയിരുന്ന രൂപ് ശർമ്മയാണ് ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണക്കാരനുമായി കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഗംഗോത്രി ഹാളിലും നമ്മുടെ DH റോഡിലെ വുമൻസ് അസോസിയേഷൻ്റെ ഹാളിലുമൊക്കെ സംഘടിപ്പിച്ചു. ഒരർത്ഥത്തിൽ ഈ എക്സിബിഷൻ സിഒയെ തട്ടിപ്പറിച്ചെടുത്തതാണ്, അല്ലേ? അതിലൊരു ചരിത്രമുണ്ട്. അങ്ങനെ നമ്മൾ ആ അസോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നു. പിന്നീട് അത് രൂപ് ശർമ്മയിൽ നിന്ന് നമ്മുടെ ഹരിച്ചേട്ടൻ തട്ടിയെടുത്തു. ഹരിച്ചേട്ടനിൽ നിന്ന് NA ഹരികുമാറിൽ നിന്ന് നമ്മളത് പിടിച്ചെടുത്തു. അപ്പം നമ്മളും അവരും തമ്മിൽ ഒരു ധാരണയിലെത്തി. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചു. അപ്പോൾ എനിക്കിവിടെ നിന്ന് പറയാനുള്ളത്, ഈ മെഗാഫെസ്റ്റിൻ്റെ ചരിത്രം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ 23ാമത്തെ, അല്ലേ? 23ാമത്തെ. അതിൽ പ്രവീൺ പറഞ്ഞ ഒരു ഇടവേള കോവിഡ് കാലത്ത് നമുക്ക് അസാധാരണമായ സാഹചര്യം കൊണ്ടത് നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. തുടർച്ചയായി നമ്മൾ ഈ സിഒയെ മെഗാഫെസ്റ്റ് എന്ന പേരിൽ ഇത് ഏറ്റെടുത്തോടു കൂടിയാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എക്സിബിഷനായി നമ്മുടെ ഈ കേരളത്തിലെ എക്സിബിഷൻ മാറിയത്. അതിൽ കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ വഹിച്ച സിഒയെ വഹിച്ച. ഇപ്പോൾ ഇന്ന് ടെക്നോളജിയുടെ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റം നമ്മുടെ ഈ മേഖലക്കകത്തുണ്ടായിട്ടുണ്ട്. സിഒയെ തന്നെ വളർന്ന് പന്തലിച്ചു. കേരള വിഷൻ വളർന്ന് പന്തലിച്ചു. കേരള വിഷൻ തന്നെ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കമ്പനിയായി മാറി. നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടായ ഒരു ആശങ്കയെല്ലാം മാറി. ഇന്ന് എന്തോരം നമ്മൾ വളർന്നു എന്നുള്ളതെല്ലാം നമ്മൾ പുറകോട്ട്, നമ്മുടെ റിയാസൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ നിന്നെ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മൾ അധ്വാനിച്ച ആ ഒരു വലിയ പരിശ്രമങ്ങൾക്കെല്ലാം വലിയ റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും നമുക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ഇടർച്ച ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാ ബ്രോഡ്കാസ്റ്റർമാരും
നമ്മുടെ എതിരാളികൾ പോലും നമ്മളെ അംഗീകരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഈ ചടങ്ങിൽ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ മുംബൈ എക്സിബിഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ അധികമില്ലാതെ ഈ സംരംഭകരധികമില്ലാതെ ഒക്കെ പരാജയപ്പെടുന്ന അവസ്ഥയിലും നമ്മുടെ എക്സിബിഷൻ വളരെ പങ്കാളിത്തത്തോടുകൂടി ഒട്ടനവധി ഡിസ്ട്രിബ്യൂട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയുന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എക്സിബിഷൻ വിജയകരമായി പര്യവസാനിക്കട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.